നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. സെപ്റ്റംബർ മാസത്തിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കുള്ള ബ്രസീൽ ടീമിൽ വീണ്ടും മാറ്റം വരുത്തിയിരിക്കുകയാണ് കാർലോ ആഞ്ചലോട്ടി. ഒരു താരം കൂടി മെഡിക്കൽ റീസൺ കാരണം പുറത്തേക്ക് പോകുന്നു. പകരം വിറ്റിഞ്ഞോയെ ടീമിലേക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ വിശദമായിട്ട് കാര്യങ്ങൾ നോക്കുകയാണ്. ബ്രസീലിന് സെപ്റ്റംബറിൽ 2 കളികളാണുള്ളത് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ. സെപ്റ്റംബർ 5 പുലർച്ചെ ഇന്ത്യൻ സമയം 6 മണിക്ക് ചിലിയോട് ഏറ്റുമുട്ടുന്നവർ സെപ്റ്റംബർ 10 പുലർച്ചെ ഇന്ത്യൻ സമയം 5 മണിക്ക് ബൊളീവിയയുമായിട്ട് കളിക്കും. ഈ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡ് നേരത്തെ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അതിലിപ്പോൾ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നിരിക്കുന്നു. ഓൾറെഡി 2 താരങ്ങളെ കട്ട് ചെയ്ത് ഒരു താരത്തെ കൊണ്ടുവന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ഇപ്പോഴിതാ വീണ്ടും മാറ്റം വരുത്തിയിരിക്കുന്നു. ഒഫീഷ്യലായിട്ട് ഇക്കാര്യം CBF അറിയിക്കുന്നുണ്ട്. അതായത് റൈറ്റ് ബാക്ക് വിറ്റിഞ്ഞോയെ, ബൂട്ടാഫോഗയുടെ കളിക്കാരനായ റൈറ്റ് ബാക്ക് വിറ്റിഞ്ഞോയെ ടീമിലേക്ക് എടുക്കുന്നു. 29കാരനായിട്ടുള്ള താരം ചിലിക്കെതിരെയും ബൊളീവിയക്കെതിരെയുമുള്ള മത്സരങ്ങൾക്കായുള്ള സ്ക്വാഡിലേക്ക് എത്തുകയാണ്. അതേസമയം വാൻഡേഴ്സിനെയാണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത്. മൊണോക്കോയിൽ നിന്നുള്ള കളിക്കാരൻ, മൊണോക്കോ ക്ലബിന് വേണ്ടി കളിക്കുന്ന വാൻഡേഴ്സിനെയാണ് ഒഴിവാക്കിയിരിക്കുന്നത്. അവരുടെ ക്ലബിൻ്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമായി സംസാരിച്ച ശേഷം അദ്ദേഹത്തിന് പരിക്കുണ്ട്, പൂർണ്ണ ഫിറ്റല്ല എന്ന് കണ്ടതുകൊണ്ടാണ് താരത്തെ ഒഴിവാക്കി ഇപ്പോൾ വിറ്റിഞ്ഞോയെ സ്ക്വാഡിലേക്ക് എടുക്കുന്നത് എന്ന് CBF ഒഫീഷ്യലി അറിയിക്കുകയാണ്. അതേസമയം നേരത്തെ തന്നെ 2 താരങ്ങളെ ഒഴിവാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മളത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൽ പുറത്തേക്ക് പോയിരിക്കുന്ന ഒന്ന് ജോയലിൻറ്റനാണ്. അദ്ദേഹത്തിന് പ്രീമിയർ ലീഗ് മത്സരത്തിനിടയ്ക്ക് പരിക്ക് പറ്റിയത്. അതുപോലെ അലക്സാൻഡ്രോയും പുറത്തുപോയി പരിക്ക് പറ്റി. പകരം അവിടെ സ്ക്വാഡിലേക്ക് എടുത്തിരുന്നത് ജിയൽ ലൂക്കാസിനെയാണ്. ഇപ്പോഴിതാ വീണ്ടും മറ്റൊരു കളിക്കാരനെ കൂടി സ്ക്വാഡിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. വിറ്റിഞ്ഞോയെ കൊണ്ടുവന്നിരിക്കുന്നു കാർലോ ആഞ്ചലോട്ടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.